ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മണി എന്ന് പറയുന്നത് 1 മണിയായിരിക്കാണ് ഗൈസ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് ഗൈസ്. രാവിലെ തൊട്ട് എഡിറ്റിംഗ് ആണ്. എഡിറ്റിംഗ് കഴിഞ്ഞ ഉടനെ യവന്മാർ രാവിലെ പഠിക്കാൻ വന്നായിരുന്നു. ഉണ്ണിക്കുട്ടൻ എടാ നീ എന്ത് ചെയ്യണ? പോത്തിനെ പേടിപ്പിക്കുന്ന ആവി. ചേരടാ അത് ഇരിക്കേ പോടാ. കയറും പിടിച്ചോണ്ടോ ഓടിയിട്ടുള്ളതാണ്. മര്യാദയ്ക്ക് പോ. ആ ചൂല് ഞാൻ വീട്ടിൽ പോയിട്ടോ. പോത്തിനെ ഓടിക്കാൻ പറയുന്നത്. കൊണ്ടാ നിനക്ക് എന്ന് ഈ അടി ഞാൻ അതാണ് നോക്കി വെച്ചിരുന്നത്. ഗൈസ്, അപ്പോൾ ഈ വേഷത്തിൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലത്തെ വീഡിയോ തമ്പനയിൽ ഉണ്ടല്ലേ, അത് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്നാണ് എടുത്തത്, ഇന്ന് രാവിലെ എടുത്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വേഷത്തിൽ. ഗൈസ്, അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറി വന്ന് കുറച്ച് നേരം ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 2:05 ഫുഡ് വന്നിരിക്കുകയാണ് ഗൈസ്. ടൈം ലൈൻ കിടപ്പുണ്ട്. എൻ്റെ ദൈവമേ, ഇത് ഇനി എന്ന് എഡിറ്റ് ചെയ്ത് തീരാനാണ് കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാം. പൊരിച്ച മീനുണ്ട്, കറി വെച്ച മീനുണ്ട്, പരിപ്പ്, തോരൻ, പപ്പയ്ക്ക് അച്ചാറ്, ഓ മൈ ഫേവറേറ്റ്, നെല്ലിക്ക അച്ചാറ്, പിന്നെ സലാഡും ഉണ്ട് ഗൈസ്. ഓ പൊളിക്കാം. പരിപ്പ്, തോരൻ, പൊരിച്ച മീൻ, നമ്മുടെ ഫേവറേറ്റ് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് കഴിക്കുമ്പോഴേ വേറെ ലെവല് ഗൈസ്. കുറച്ച് സലാഡ് എടുത്തിട്ട് അങ്ങോട്ട് ഒഴിക്കാം. കുറച്ച് നെല്ലിക്ക അച്ചാർ, അതിൻ്റെ കറി മാത്രം. വാ, ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കുഴയ്ക്കുക. പൊരിച്ച മീൻ അതിലേക്ക് വയ്ക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് കഴിച്ചു നോക്കാം. പുതിയ ട്രൈ ആണ് ഗൈസ്, എങ്ങനെ ഉണ്ടാവുമെന്ന് അറിഞ്ഞൂടാ. അടിപൊളി. ഇനി ഞാൻ ഇതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് വരാം ഗൈസ്. ഷൂട്ട് ചെയ്യാനുള്ള ക്ഷമയില്ല ഗൈസ്. ഭാർഗവി ഭയങ്കര ഉറക്കമാണ്. ഉറക്കത്തിൽ നിന്ന് ഞാൻ ഇപ്പോൾ ഒന്ന് പോയി എടുത്തതാണ്. കലിപ്പിച്ച് നോക്കണ്ട, ഞാൻ പോണേ ഗൈസ്. ഇതെന്ത് സംഭവം നിങ്ങൾക്ക് അറിയാമോ? ഇതാണ് പഴയ പണ്ടത്തെ ചെക്കെന്ന് പറയാം. അതായത് കാളെ പോത്തൊക്കെ വെച്ച് ഇതിന്റെ സൈഡിൽ ബന്ധിക്കും. പഴയ സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഹോളിൽ സ്റ്റിക്ക് കണക്ട് ചെയ്തിട്ട് ഇതിന്റെ സൈഡിൽ കാള ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ കറക്കുകയും അങ്ങനെ എന്തോ സംഭവമാണ്. അതിൽ കൂടെ ഇങ്ങനെ പനയല്ല അതിന്റെ വരുന്നത് പിന്നയ്ക്ക എന്ന് പറയാം. ആ സാധനം പിന്നെ ബാക്കിയുള്ള എണ്ണയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഇതിൽ ഈ ഒരു സംഭവത്തിൽ വെച്ചാണ്. ചെക്കെന്നല്ലേ? ചക്ക്, എണ്ണയാട്ടുന്ന ചെക്കെന്നാണ് പറയുന്നത്. നമുക്ക് അതിന്റെ അകത്ത് എന്തുണ്ടെന്ന് നോക്കാം. അയ്യോ, ഇതിലെന്തൊരു അഴുക്ക് എന്തോ ഇലയൊക്കെ വീണ അത്ര അഴുക്കായി കിടക്കണം. ആരെങ്കിലും ഇത് ലൈഫിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടി. ഇതാണ് ആളോവർ ഷേപ്പ്. ഇതാരും ഉപയോഗിക്കണല്ലോ. അതാണ് ഇതിന്റെ സൈഡിൽ കണ്ട അതുകൊണ്ട് ഒരു കുഴി ഇരിക്കുന്നുണ്ട്. നൈസ് കേട്ടോ. നൈറ്റ് ടൈമിൽ വിളക്ക് വയ്ക്കാനാണെന്ന്. ഇവിടെ ഒരു വിളക്ക് 2 ഉണ്ട് ഇതേപോലെ. ഇത് കണ്ടില്ലേ? ഇവിടെ ഒരു വിളക്ക്. ടോട്ടല് റൗണ്ടിനായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. കൊള്ളാം കേട്ടോ. നൈസ്. വേറൊരു ഇൻട്രസ്റ്റിംഗ് സംഭവം കാണിച്ചുതരാം. അപ്പൂപ്പന്താടി എന്റെ കൊച്ചിലേക്ക് ഒരുപാട് പറഞ്ഞു. നീ പറത്തിയല്ലേ കാറ്റടിച്ച് പോയത്. ഉച്ചയ്ക്ക് ഫുഡും കഴിച്ചിട്ട് ഞാൻ നേരെ എഡിറ്റ് ചെയ്യാനാണ് പോയത്. എഡിറ്റ് ചെയ്യാൻ പോയിട്ട് 8:30 മണി വരെ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ഇപ്പം ബുക്കും വായിച്ചോണ്ടിരിക്കുന്നത്. എഡിറ്റ് ചെയ്തിട്ട് നമ്മളെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നേരെ ബുക്ക് വായിക്കാൻ വന്നതാണ്. അങ്ങനെ 88 പേജായി കണ്ടില്ലേ. അപ്പൊ ഇത് ഞാൻ വായിച്ച് വന്നോണ്ടിരുന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സംഭവമാണ് സെൽഫ് ഡൗട്ട് എന്നുള്ളൊരു ടോപ്പിക്. അതായത് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മളൊരു ഡൗട്ടോടെ ചെയ്യുന്നൊരു മെന്റാലിറ്റി ഉണ്ട്. തുടക്കത്തിൽ എല്ലാവരും ചെയ്ത് വരുന്നത് ആ ഒരു സെൽഫ് ഡൗട്ടോടെയാണ്. അതിൽ തുടർന്ന് പോകുന്നവരുണ്ട്, അതിൽ നിന്ന് റിലീസായി കോൺഫിഡന്റ് ആയിട്ട് വരുന്നവരുണ്ട്. എനിക്കപ്പോൾ അതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് സംഭവം ചെയ്താലും അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി സെൽഫ് ഡൗട്ട് എന്നുള്ളൊരു സംഭവം മാറിയിട്ട് നമുക്ക് ആ ഒരു കോൺഫിഡന്റ് ഉണ്ടാവും. നമ്മൾ എത്ര തവണ വീണാലും വീണ്ടും എണീക്കണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് പുള്ളി പറയുന്നത്. അതുപോലെ തന്നെ എന്ത് കാര്യം നമ്മൾ ചെയ്താലും സ്റ്റേ ഹാർഡ്. അതാണ് ഞാൻ ഇപ്പോൾ എൻ്റെ ഔട്ട്രോയിൽ തന്നെ ആ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് കാര്യം ചെയ്താലും ആ ഒരു ഹാർഡിനെസ്സോടെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വാല്യൂ ഉണ്ടായിരിക്കും, എന്ത് സംഭവം ലൈഫിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ടോപ്പിക്ക് സെൽഫ് ഡൗട്ടാണ്. സെൽഫ് ഡൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കാതെ ഡൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് ലോസ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും നമുക്ക് ആ ഒരു കോൺഫിഡൻസ് വരണമെങ്കിൽ നമ്മുടെ ആ സെൽഫ് ഡൗട്ട് എന്നുള്ളൊരു സാധനം എടുത്ത് കളയണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആക്ഷൻ ഓറിയന്റഡ് ആയിട്ട് എന്ത് സംഭവമായാലും കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോഴെന്താണ് നമുക്ക് ആ ഒരു സാധനത്തിൽ എക്സ്പീരിയൻസ് ആയി നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് കൂടി വരും. ഞാൻ ഇപ്പം വായിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കണക്റ്റഡ് ആയിട്ട് തോന്നിയ ഒരു പോയിന്റ് ആണ് ഗൈസ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ സൺഡേയിൽ എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ എന്ത് കാര്യം നമ്മൾ ചെയ്താലും ഡെയിലി ചെയ്യുക, റെപ്പിറ്റേഷൻ ആയിട്ട് ചെയ്യുക, അത് കൂടുതൽ ചെയ്യുക. നമുക്ക് അതിൽ എക്സ്പീരിയൻസ് ആവും. നമ്മുടെ സെൽഫ് ഡൗട്ട് എന്നുള്ള സംഭവം നമുക്ക് എടുത്ത് കളയാൻ പറ്റും. അതിൽ കോൺഫിഡന്റ് ആവും. നമുക്ക് എന്ത് സാധനം വന്നാലും അതിനെ ചലഞ്ച് ആയിട്ട് കാണുക. ആ ചലഞ്ചിനെ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്ന ഒരു മെന്റാലിറ്റി ആയിട്ട് നമ്മുടെ മൈൻഡിനെ ചേഞ്ച് ചെയ്തെടുക്കുക. നമ്മുടെ വിൽ പവർ കൂട്ടുക. ഈ ബുക്ക് വേറെ ലെവലാണ് ഗൈസ്. എന്തൊക്കെ പറഞ്ഞാലും വൺ ഓഫ് ദി ബെസ്റ്റ് ബുക്കാണ്. ഞാൻ വാങ്ങിയതിൽ എത്ര 300 രൂപ എന്തോ ആണ്. നമുക്ക് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട് ഗൈസ്. കാരണം എന്ന് പറഞ്ഞാൽ
മെന്റാലിറ്റി, നമ്മുടെ മൈൻഡ് സെറ്റ് വേറൊരു തലത്തിൽ കൊണ്ടെത്തിക്കാൻ പറ്റും. പുള്ളി പറയുന്ന ഓരോ ചാലഞ്ചിന്റെ ഹാർഡ്നെസ്, നമ്മുടെ ആ ഒരു മെന്റാലിറ്റി അത്രയും എന്ത് കാര്യം ചെയ്യാൻ പോസിബിൾ ആക്കുന്ന തരത്തിൽ നമ്മളെ മൈൻഡ് സെറ്റിനെ ബിൽഡ് ചെയ്യാൻ പറ്റും. ബുക്കിന്റെ പേര് പറയുന്ന പോലെ തന്നെ കെനോട്ട് ഹർട്ട് മീ തന്നെയാണ് ഗൈസ്. നമ്മളെ ഹർട്ട് ചെയ്യാൻ ആരും കഴിയില്ല, അത്രയും മൈൻഡ് സെറ്റിന് പവർഫുൾ ആയിട്ടുള്ള ഒരു ബുക്കാണിത്. വൺ ഓഫ് ദി ബെസ്റ്റ്. അപ്പൊ സെൽഫ് ഡൗട്ടിനെ അടിച്ച് വിളയെ കളഞ്ഞിട്ട് നമുക്ക് കോൺഫിഡന്റ് ആവാം ഗൈസ്. ഇപ്പൊ മണി 11 മണിയായി. ഞാൻ വായിച്ച് തീർന്ന് സ്റ്റോപ്പ് ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ 11 മണിക്ക് കിടന്നുറങ്ങിയിട്ട് വീണ്ടും രാവിലെ എണീക്കാവുള്ളതാണ്. അപ്പൊ ഇന്നത്തെ ഒരു സൺഡേയിൽ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു വ്ളോഗായിരുന്നു ഗൈസ്. വലിയ ഓവർ കണ്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവം ഒന്നും ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചില്ല. സിമ്പിൾ പ്ലെയിൻ ആയിട്ട് പോയ ഒരു ഡേ ആയിരുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. 300 വ്ളോഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. സ്റ്റേ ഹാർഡ് എന്ന് പറഞ്ഞ പോലെ വ്ളോഗ് അപ്പൊ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. സംഭവിച്ച് കഴിഞ്ഞതെല്ലാം നല്ലതിന്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതിന്, ഇനി സംഭവിക്കുന്നത് നല്ലതിന്. വൺ ഐഡിയ ലൈഫ്. ബൈ. There's no mercy in this world, just hunger-thirsty persons in different versions. Each new update, that shit worsens. Why?